ജിദ്ദയിലെ യുവ ബിസിനസ്സുകാരനും അൽ സഹ്റാനി ബിസിനസ് ഗ്രൂപ്പ് സിഇഒയുമായ 24 വയസ്സുകാരൻ അബ്ദുറഹീമിന് ഈ അപൂർവ സൗഭാഗ്യത്തിന് അവസരം ലഭിച്ചത് അവിചാരിതമായിട്ടായിരുന്നു. രാജകുടുംബവുമായും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായ അൽ ഷൈബി കുടുംബവുമായുള്ള ബന്ധമാണ് റഹീമിനെ വിശുദ്ധ ഗേഹത്തിന്റെ ഉള്ളിലെത്തിച്ചത്. പ്രതീക്ഷിക്കാതെ എത്തിയ ഈ ഭാഗ്യത്തെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് റഹീം കാണുന്നത്. നമ്മൾ സംഘമായിട്ട് കയറിയിട്ട് അവിടെ ഉള്ളിൽ കയറിയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ കഅബൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ 2 റക്അത്ത് സുന്നത്ത് എല്ലാവരും നിസ്കരിക്കണം. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാനുള്ള അവസരം കിട്ടി. അതിൻ്റെ ഉള്ളിലുള്ളൊരു ബാബ് തോബ എന്ന് പറയുന്ന ആ ബാബിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് പഠിച്ചവനോട് എല്ലാത്തിനെ കാവലിനെ തേടാനും ഒരു അവസരം കിട്ടി. പഠിച്ചവൻ്റെ ബേത്ത് എന്ന് പറയുന്ന ഇതിനുള്ളിൽ കയറിയപ്പോൾ വല്ലാത്തൊരു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അൽഹംദുലില്ലാ. ചടങ്ങ് നടക്കുന്നതിന് തലേന്നാളാണ് ക്ഷണം ലഭിച്ചത്. നേരത്തെ തന്നെ ഹറമിലെത്തി തന്റെ ഊഴം കാത്തിരുന്നു. ഓരോ ചെറുസംഘങ്ങളായാണ് കഅബയുടെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നത്. മക്ക ഗവർണർ മിഷ്അൽ ബിൻ അബ്ദുള്ള, ഹറം കാര്യവകുപ്പ് മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം അകത്ത് പ്രവേശിച്ചത്. തുടർന്നാണ് റഹീം ഉൾപ്പെടുന്ന സംഘത്തിന് അവസരം ലഭിച്ചത്. എസിയോ ഫാനോ ഒന്നുമില്ലാതെ തന്നെ കഅബാലയത്തിനകത്ത് നല്ല തണുപ്പ് അനുഭവപ്പെട്ടതായി റഹീം പറയുന്നു. ചുവരുകളിൽ കഅബ പുതുക്കിപ്പണിതതിന്റെ വിവരങ്ങളും ഖുർആൻ സൂക്തങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 തൂണുകളും അകത്തുണ്ട്. മലപ്പുറം പട്ടർക്കടവ് അബ്ദുറഹ്മാന്റെയും ഖദീജയുടെയും മകനായ റഹീം 15 വർഷമായി സൗദിയിലുണ്ട്. ജിദ്ദ ഇന്ത്യൻ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കേരളത്തിൽ നിന്നും അഹമ്മദ് MP, വ്യവസായി MA യൂസുഫ് അലി, MK ഗ്രൂപ്പ് ചെയർമാൻ MK അബ്ദുള്ള, മർക്കസ് കാരന്തൂർ വൈസ് പ്രസിഡന്റ് സയ്യിദ് ജീലാനി യൂസുഫ് കോയ വൈലത്തൂർ എന്നിവരും കഅബ കൈകൾ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. സാദിഖ് അലി തുവൂർ,